ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്നിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ട് 2-3 സ്നാക്സിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുണ്ടാക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. റെസിപ്പി ആയിട്ട് ഫുള്ളായിട്ടൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കുറച്ച് ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്ത വീഡിയോ കാണാം കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നില്ലേ? അപ്പം നോക്കുമ്പോൾ മസാലപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മസാലപ്പൊടി ഞാൻ വീട്ടിൽ നിന്ന് പൊടിക്കലാണ്, ഗരം മസാലപ്പൊടി. അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടാക്കിയിട്ട് പൊടിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ പൊടിക്കലാണ് കേട്ടോ ഞങ്ങൾ പാക്കറ്റ് മേടിക്കലില്ല. നമ്മൾ വീട്ടിലേക്ക് ഇതുപോലെ സാധനം മേടിച്ചിട്ട് ആവശ്യമാകുമ്പോൾ പൊടിക്കലാണ്. ഞാൻ കുറച്ചെടുത്തിട്ട് പൊടിച്ചിട്ടുള്ളൂ. അപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ കഴുകി എല്ലില്ലാത്തതാണ് കേട്ടോ. കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്സ് കായ്വടയും ചിക്കൻ റോളും ചിക്കൻ വടയും പിന്നെ അതുപോലെ തന്നെ കട്ട്ലേറ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കണം. അപ്പം ഞാൻ ഇപ്പോൾ കട്ട്ലേറ്റിനുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ നൈറ്റാണ് ഉണ്ടാക്കുന്നത്. രാവിലെ 10 മണിയാകുമ്പോൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഞാൻ രാവിലെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്നിട്ട് നൈറ്റാണ് ഉണ്ടാക്കി വെക്കുന്നത്. രാത്രി ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ രാവിലെ അവർക്ക് കൊടുക്കാമല്ലോ. ഒരു 9:30-10 മണിയാകുമ്പോൾ വരുന്നതാണ് കേട്ടോ പറഞ്ഞതെടുക്കാൻ. അപ്പോൾ കായ്വട ഉണ്ടായിരുന്നു. അപ്പോൾ കായ്വട കുറച്ചേ ഉള്ളൂ കേട്ടോ. എല്ലാം കുറച്ച് ഐറ്റംസേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് വേറെ ഒരാളെ വിളിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് 4 ഐറ്റംസ് എല്ലാം എനിക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ 2 പേർക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് RKG വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. RKG ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല മണമാണ്. അതിലേക്ക് ബദാമും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയും മുട്ടയും കൂടെ കലക്കി വെച്ചത് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ രാത്രിയാണ് പിന്നെ ഫോണും പിടിച്ച് റെസിപ്പി ആയിട്ട് ഫുള്ളായിട്ടുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റും. 2 അടുപ്പത്ത് ഓരോന്ന് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒന്നിന് കട്ട്ലേറ്റിൻ്റെ മസാല ഉണ്ടാക്കുന്നത്, ഒന്ന് കായ്വടേൻ്റെ മസാല ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ 2ഉം കൂടി ഒന്നിച്ചാണ് കേട്ടോ. ഇപ്പുറത്ത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ കട്ട്ലേറ്റിൻ്റെ ചിക്കനൊക്കെ ഞാൻ ഉള്ളി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട്. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അതൊക്കെ കട്ട്ലേറ്റിൻ്റെ മസാലയൊക്കെ ഇട്ട് ഒന്ന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇളക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇപ്പോൾ കായ്വടേൻ്റെ മസാല ഉണ്ടാക്കി കേട്ടോ. അത് അടക്കി വെച്ചു. പിന്നെ കട്ട്ലേറ്റിൻ്റെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. കരിയാമ്പില വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ പറിച്ച് വെക്കാൻ മറന്നു പോയി കേട്ടോ. അതുകൊണ്ട് കരിയാമ്പില രാത്രിക്ക് പോയിട്ട് പറിക്കാനും കഴിയില്ലല്ലോ. അതിന് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് ഞാൻ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി റോളിനിലേക്കുള്ള മസാലയാണ് കേട്ടോ. റോളിനും ചിക്കൻ വടയിലേക്കുള്ള മസാലയാണ്. കട്ട്ലേറ്റ് പോലെ തന്നെയാണ് കേട്ടോ. കട്ട്ലേറ്റിൻ്റെ മസാല പോലെ തന്നെ ഇട്ടുണ്ടാക്കേണ്ടത്. പക്ഷേ ഇതിൽ ഉരുളക്കിഴങ്ങ് ഇടുന്നില്ല, മറ്റേതിന് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇടും കേട്ടോ. ഇതിലേക്ക് ചിക്കൻ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനും കൂടി ഇതിലേക്ക് ഈ ഉള്ളി നല്ലപോലെ വാടി വന്നതിന് ശേഷം ചിക്കനും കൂടി ഇട്ട് കൊടുത്താൽ പിന്നെ മസാല റെഡിയാവും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കായ്വട വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മസാലയൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്കും ഇപ്പുറത്ത് കായ്വട കായ്വട ഉരുട്ടി വെക്കുന്നുണ്ട്. അതാ ഉള്ളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ ചിക്കനും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം മസാലയൊക്കെ റെഡിയായി കേട്ടോ. 2-3 പ്രാവശ്യം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ആവിയേറിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് അപ്പങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. ദോശ ചുട്ടിട്ടല്ല ഞാൻ ഉണ്ടാക്കുന്നത്, ഞാൻ പരത്തിയിട്ടാണ് കേട്ടോ റോളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ റോൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. മസാലയൊക്കെ റെഡിയാക്കി വെച്ചതല്ലേ. അപ്പോൾ കട്ട്ലേറ്റ് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് 2 മുട്ടയും അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു നുള്ളുപ്പും കുരുമുളക് പൊടിയും ഇട്ട് മസാലപ്പൊടി ഒരു നുള്ളു കേട്ടോ. അതൊക്കെ ഇട്ട് നല്ലപോലെ അടിച്ചെടുക്കുക. എന്നിട്ട് ഇതാ കട്ട്ലേറ്റ് ഞാൻ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ കട്ട്ലേറ്റ് ഷേപ്പായിട്ട് വേണമെങ്കിൽ കട്ട്ലേറ്റിൻ്റെ അച്ചുണ്ട് കേട്ടോ. കട്ട്ലേറ്റിൻ്റെ ഇതുപോലെ അച്ച് കിട്ടും. അപ്പോൾ അതിൻ്റെ ഷേപ്പിൽ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ആ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബ്രെഡ് അല്ലെങ്കിൽ റസ്ക് പൊടിയാലും മതി. ആക്കിയ ശേഷം ഫസ്റ്റ് ഞങ്ങൾ മുട്ടയിലകത്ത് മുക്കിയിട്ട് ബ്രെഡ് പൊടിക്കകത്ത് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടത് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാനെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ഞങ്ങൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട പാത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ ആക്കി വെക്കുന്നത്. പിന്നെ ഇത് പൊരിച്ചിട്ടല്ല കേട്ടോ വേണ്ടത്, പൊരിക്കാതെയാണ്. എല്ലാ ഐറ്റംസും പൊരിക്കാതെയാണ് കേട്ടോ വേണ്ടത്. അവർക്ക് വേറെ പിറ്റേന്നേക്കാണ് കേട്ടോ അവർക്ക് ഇവിടുന്ന് കൊണ്ടുപോകാനാണ്
അവിടുന്ന് പിറ്റേന്നാണ് പരിപാടി ഉള്ളത്. അതുകൊണ്ട് പൊരിക്കാതെ പിറ്റേന്ന് അവർ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് കേട്ടോ പൊരിക്കുന്നത്. അപ്പോൾ ഇതാ കൈവടയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫീസറിലേക്ക് 2 പേർക്കും വേറെ വേറെ എടുത്ത് വെക്കാം കേട്ടോ. ചിക്കൻ റോള് ചുടുമ്പം ദോശയാക്കിയിട്ടും ചുടാം കേട്ടോ. മൈദയൊക്കെ മുട്ടയൊക്കെ കലക്കിയിട്ട് ദോശ ചുടുന്ന പോലെ ചുടാം. ഇതുപോലെ പരത്തിയിട്ട് ശേഷം അതിലേക്ക് മസാല ഫില്ല് ചെയ്തിട്ട് റോളാക്കി എടുക്കാം കേട്ടോ. അതും ഇതുപോലെ തന്നെ മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ടാണ് കേട്ടോ വെക്കേണ്ടത്. റോളും കൂടി അതുപോലെ ഉമ്മയാണ് കേട്ടോ പരത്തി തന്നെ. അപ്പോൾ അതുപോലെ മസാലയൊക്കെ മുട്ടയിലും ബ്രെഡ് പൊടിയിലും മുക്കി എടുത്തിട്ട് ഇതുപോലെ ഫീസറിൽ വെക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് വെക്കാം കേട്ടോ. ഇറച്ചി വടയും കൂടി ഉണ്ടാക്കണം. നല്ല പരത്തി തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇറച്ചി വടയും റെഡി ആയിട്ടോ. പിന്നെ ഇത് അച്ചിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇത് ഉണ്ടാക്കിയ ശേഷം നമ്മൾ ഫ്രൈ പാനിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഒട്ടിപ്പിടിക്കുന്നതായിട്ടാണ് അങ്ങനെ വെക്കുന്നത്. എല്ലാം റെഡിയായി കുറച്ച് വേണ്ടു കേട്ടോ. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫീസറിൽ വെച്ചിട്ട് രാവിലെ വരുന്ന പറഞ്ഞു കേട്ടോ അവർ എടുക്കാൻ. അങ്ങനെ രണ്ടാമത് വിളിച്ച് പറഞ്ഞവർ ഫസ്റ്റ് എടുക്കാൻ വന്നു കേട്ടോ. അങ്ങനെ അവർ 3-4 ഐറ്റംസ് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞവർ 3 മണിക്കാണ് കേട്ടോ അവർ വന്നത്. രാവിലെ 10 മണിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവർ വൈകുന്നേരം 3 മണിക്കൊക്കെ അവർക്ക് പോകാനാവും. അപ്പോഴത്തേക്കും മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവരെടുക്കാൻ വന്ന് കൊണ്ടുപോകാൻ കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നിരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.